ഹലോ നമസ്കാരം. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലോട്ടൊരു യാത്ര പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇച്ചിരി താമസിച്ചായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ 2 മണിയായി. അങ്ങനെ നമുക്ക് റൂമൊക്കെ കിട്ടി. കുറച്ച് അന്വേഷിച്ചെങ്കിലും റൂമൊക്കെ കിട്ടി. നല്ല റൂമാണ് കേട്ടോ. അവിടെ നിന്ന് റൂമിൽ ചെന്നു. അധികം റെസ്റ്റൊന്നും എടുത്തില്ല. അന്നേരം തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിലോട്ട് പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. വണ്ടി എടുത്തില്ല. അതുകൊണ്ട് ഇവിടെയാണ് കേട്ടോ നമ്മൾ റൂം എടുത്തത്. അവിടെ നേരെ ഞാൻ നടന്നു 5 മിനിറ്റിനുള്ളിൽ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ എത്തി. ആ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് എന്തോ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അമ്പലത്തിനടുത്തെത്തിയപ്പം നമുക്ക് കിട്ടുന്നത്. അത് വെളുപ്പിനെ ഇറങ്ങി നടന്ന് തന്നെ പോകണം കേട്ടോ. വണ്ടിയിലൊന്നും പോയാൽ അതിൻ്റെ ഒരു ഫീല് കിട്ടത്തില്ല. വെളുപ്പിനെ ഇറങ്ങി നടന്ന് ചെറിയൊരു മഞ്ഞും തണുപ്പും ഒക്കെയാണ്. പക്ഷേ എനിക്കെന്തോ ഫോൺ അകത്ത് കയറ്റാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല ആർക്കും പറ്റത്തില്ല. ഫോണൊക്കെ അവിടെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ കയറി വെച്ചതിന് ശേഷമാണ് ഞാൻ അകത്ത് കയറി തൊഴുതത്. നീണ്ട 4 മണിക്കൂറോളം ക്യൂവിൽ ഞാൻ നിന്നിട്ടാണ് കണ്ണനെ കാണാൻ പറ്റിയത്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. അവിടെ നേരെ ഞാൻ കണ്ണനെ കണ്ടു. ഫോണെടുത്ത് വെളിയിലോട്ടൊക്കെ ഇറങ്ങി വെളിയിലുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തി. അങ്ങനെ കാണാം ഒരു പാട്ട് കേൾക്കുന്നു. നോക്കി ആ ആഡിറ്റോറിയത്തിലോട്ട് കയറിയപ്പോൾ കാണാം ഒരു കുഞ്ഞിക്കണ്ണനും ജാതി. എന്താ രസം! അടിപൊളിയായിട്ട് അവർ പാട്ട് പാടി ഡാൻസ് കളിക്കുന്നുണ്ട്. ഒരു പാട്ട് പാടുന്നില്ല, അത് റെക്കോർഡ് ഇട്ടേക്കാണ്. എങ്കിലും അത് കാണാൻ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടിട്ട് ഞാൻ എന്താ പറയുക, കുറേ നേരം ആ കുഞ്ഞിക്കണ്ണൻ്റെ ഡാൻസും എന്താ പറയുക, നല്ല ഭംഗിയുണ്ട്. ഏതോ കുട്ടി അത് അടിപൊളിയായിട്ട് 2 കുട്ടികൾ നല്ലതായിട്ട് ചെയ്തു. അത് എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഇതൊക്കെ ഒരു ഓർമ്മകളല്ലേ. സത്യം പറഞ്ഞാൽ കണ്ണനെ കണ്ട പോലെ വേണമെന്ന് എനിക്ക് തോന്നി. കണ്ടില്ലേ ഓരോ നൃത്തച്ചുവട് കണ്ടിട്ടും മതിയാവുന്നില്ല. തിരിഞ്ഞു നോക്കി ഞാൻ നിന്നു. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് തിരിച്ചിറങ്ങി. ഇന്ന് തന്നെ എറണാകുളത്ത് പോകണം. നമ്മുടെ സുഹൃത്തിനെ മീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാനവിടെ നേരത്തെ ഇറങ്ങി കുറച്ച് കാര്യങ്ങളോട്ടൊക്കെ ആ ക്യാമറയിൽ പകർത്തി. ഇന്ന് ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം.